എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കസ്തൂരി മേത്തി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. നമുക്ക് കടയിൽ പോയി അധിക പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കസ്തൂരി മേത്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് വളരെ വിശദമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ ഉലുവ ഇല. ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളതാണ്. ചെറിയ ഇലകളുള്ളത് ഇവിടെ പരിപ്പിനകത്തും സാമ്പാറിനകത്തും ഇടാൻ ഉപയോഗിക്കുന്നതാണ്. ഈ വലുതാണ് നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇതുപോലെ കെട്ടുകളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു കെട്ടിന് 20 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ഉലുവയുടെ ഇല നമ്മൾ വാങ്ങിച്ചെടുക്കുക. ഈ ഇല നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് അടത്തി എടുക്കണം. ഇതിൻ്റെ വലിയ തണ്ട് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഇലകൾ മാത്രം ഇങ്ങനെ അടത്തിയെടുക്കണം. ഈ ഇല കൂടിയ ചെറിയ തണ്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി വലിയ തണ്ടുകളൊന്നും ആവശ്യമില്ല. ഇതുപോലുള്ള ഇലകൾ മാത്രം നമുക്ക് അടത്തിയെടുക്കാം. ഇതുപോലെ മുഴുവനും അടത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഇത് മൊത്തം ഇതുപോലെ അടത്തിയെടുത്തു. തണ്ടുകളൊന്നും എടുത്തിട്ടില്ല, ഇല മാത്രമായിട്ട് നമ്മൾ അടത്തിയെടുത്തു. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണം. നല്ലതുപോലെ വെള്ളത്തിൽ കഴുകി ഇതിലെ മണ്ണും ചെളിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കിഴുത്തപ്പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന് വെള്ളം ഒന്ന് പോകട്ടെ. വെള്ളം പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം വെയിലത്ത് വെച്ചു. ഇനി വെയിൽ കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് റെഡിയായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസവും വീണ്ടും ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പം വെയിലത്ത് വെച്ചു. രണ്ടാമത്തെ ദിവസം വെയിൽ കൊണ്ടൊന്ന് ഉണങ്ങിയെടുക്കാം. ഇത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ വെയിലത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. മൂന്നാമത്തെ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ കസ്തൂരി മെത്തി റെഡിയാവും. അപ്പോൾ നമ്മളുടെ കസ്തൂരി മെത്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. 3 ദിവസത്തെ വെയിൽ മതി ഉണങ്ങിയെടുക്കാൻ. നല്ലതുപോലെ സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കസ്തൂരി മെത്തിയുടെ പണി. ഉലുവയില വാങ്ങിച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങി പൊടിച്ചെടുക്കുക. അതാണ് കസ്തൂരി മെത്തി. ഇതിനെയും ഇത് പൊടിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് കടയിൽ നിന്നും വാങ്ങിച്ച് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക. ഉലുവയുടെ ഇല മൂത്ത ഇലയാണ് നമുക്ക് ആവശ്യം, ചെറിയ ഇലയല്ല. ചെറിയ ഇല സാമ്പാറിലും പരിപ്പിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഈ വലിയ ഇല ഇതുപോലെ വാങ്ങിച്ച് ഇതുപോലെ പൊടിച്ച് വെച്ചാൽ കസ്തൂരി മെത്തി റെഡിയായി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.